റെഡി ഫോർ വാക്സിൻ. പിന്നെ മാണിക്കാം കുഞ്ഞ് വലുതാകുമ്പോ പിന്നെ ഞങ്ങള് വാക്സിനെടുക്കാൻ പോവാനേ. എൻ്റെ അമ്മേ, വാക്സിനെടുക്കാൻ പോവാനമ്മേ, വാക്സിനെടുക്കാൻ പോവാനേ. അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ വാക്സിൻ ഡേ എത്തിയിരിക്കുവാണ്. ഫസ്റ്റ് വാക്സിൻ എടുക്കാൻ വേണ്ടി ഹേസമ്മ പോവാണ്. അപ്പോൾ വാക്സിന് വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകെപ്പാടൊരു ടെൻഷനായിട്ട് വയ്യ. കാരണം ഹേസൻ്റെ വാക്സിൻ എടുപ്പ് ശരിക്കും പേടിയുള്ളൊരു കാര്യം തന്നെയാണ്. ഹേസമ്മനെ വാക്സിൻ കുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടത്തേക്കുവാണ്. അപ്പോൾ ആദ്യമേ അവർ പോളിയോയാണ് കൊടുക്കുന്നത്. പോളിയോ കൊടുത്ത് കഴിയുമ്പോഴാണ് വാക്സിൻ കൊടുക്കുന്നത്, ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അപ്പം എൻ്റെ ദൈവമേ, എല്ലാവർക്കും പേടിയാണ്. കാരണം പുള്ളിക്കാരി വാക്സിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം പോളിയോ കൊടുക്കുന്നതിന് നല്ല മധുരമായതുകൊണ്ട് തന്നെ അവൾ കുടിക്കുന്നുണ്ട്. ഇവിടെ ആയതുകൊണ്ട് തന്നെ അവർ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് തുടങ്ങിയത് കേട്ടോ വാക്സിൻ കൊടുക്കാനായിട്ട്. നമുക്കെല്ലാവർക്കും ഒരു ടെൻഷനായിരുന്നു വാക്സിൻ കൊടുക്കുന്ന കാര്യം ഓർക്കുമ്പോൾ. ഫസ്റ്റ് വാക്സിനാണ്, എല്ലാവരും പറഞ്ഞു പനിയൊക്കെ വരുമെന്ന്. അപ്പോൾ അവൾ ആദ്യമൊക്കെ നല്ലോണം ഇത് കുടിച്ചെങ്കിലും പിന്നെ അത് അങ്ങ് തലയെല്ലാം വെട്ടിച്ചു. പിന്നെ പുള്ളിക്കാരി മൂക്കയിലൊക്കെ പിടിച്ച ഒരു വിധത്തിലാണ് ഒന്ന് കുടിപ്പിച്ചെടുത്തത്. അപ്പോൾ ആദ്യം പുള്ളിക്കാരി ഹാപ്പിയായിട്ട് കുടിച്ചപ്പോൾ ഞാനത് ഇപ്പോൾ പെട്ടെന്ന് കുടിക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ അതെനിക്കൊന്ന് അത് ഏകദേശം ഒരു 5 ml ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവൾക്കതങ്ങ് കുടിക്കാൻ മടിയായി. പക്ഷേ പുള്ളിക്കാരി ഒരു വിധത്തിൽ അത് കുടിപ്പിച്ചെടുത്തു. അങ്ങനെ കുഞ്ഞപ്പി അത് കുടിച്ച് കഴിഞ്ഞതിന് നേരം പൊക്കി വെച്ചേക്കുവാണ്. അത് നല്ലോണം ഒന്ന് ഇതായി പോകാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള കടമ്പിയിലോട്ട് കിടക്കുവാണ്. അപ്പോൾ അവളെ പൊസിഷൻ ചെയ്യുവാണ് വാക്സിൻ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട്. എനിക്ക് ഓർത്തിട്ട് വയ്യ, 3 ഇഞ്ചക്ഷനെങ്ങാനുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു ഞാൻ പിടിക്കത്തില്ല, ജോ പിടിക്കത്തില്ല എന്ന്. പിന്നെ അമ്മ ധൈര്യമായിട്ട് പിടിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ മടിയിലൊന്നും ഇരുത്തേണ്ടി വന്നില്ല. അവർ കിടത്തി തന്നെയാണ് വാക്സിൻ എടുക്കാൻ പോകുന്നത്. ഉറപ്പായിട്ട് നല്ല കരച്ചിലായിരിക്കും. എല്ലാവർക്കും നല്ല ടെൻഷനായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ, സത്യം പറയാമല്ലോ. കാരണം ഇതുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പനിയാണ്. നമ്മൾ ആദ്യമായിട്ടല്ലേ കുഞ്ഞിൻ്റെ മേത്തിങ്ങനെ നമ്മളായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ അവളുടെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണെന്നറിയാം. എങ്കിൽ പോലും നമ്മളുടെ കുഞ്ഞിനെ കുത്തുന്നത് കാണുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണല്ലോ. എന്തായാലും നമ്മൾ അവളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അവളുടെ ഭാവിക്ക് വേണ്ടിയിട്ടും നമ്മളിത് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ മാത്രമല്ല, എല്ലാ മാതാപിതാക്കന്മാരും അത് ചെയ്തേ പറ്റത്തുള്ളൂ. ഇതൊരു അവയർനെസ്സും കൂടിയാണ് എല്ലാവർക്കും. കാരണം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ലൈഫിൽ, പിള്ളേരുടെ ലൈഫിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒത്തിരി ആൾക്കാർ വാക്സിൻ എടുക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഒത്തിരി സഫർ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ മക്കളെയും നിങ്ങൾ ഉറപ്പായിട്ടും വാക്സിനേറ്റ് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ ഒരു അവസരത്തിൽ. വാക്സിൻ എടുത്ത് ക്ഷീണിച്ച് കിടക്കുന്ന നമ്മുടെ ഹേസമ്മ അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും കിടക്കുന്ന കൊച്ചല്ല. അവൾ ഭയങ്കര ശാന്തയായിട്ട് കിടക്കുവാണ്. തിങ്കൾ കിടാവോ നല്ല കോമള താമര ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ. അങ്ങനെ നമ്മുടെ ഏച്ചുമ്മ ഉറങ്ങിപ്പോയി, പാവം കുഞ്ഞാപ്പി. അങ്ങനെ അവൾ ഉറങ്ങട്ടെ, അവൾക്ക് ഇച്ചിരി വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വാക്സിൻ എടുപ്പിക്കാൻ മറക്കല്ലേ.